തിരുവനന്തപുരം SIT ആശുപത്രിയിൽ സെപ്റ്റിക് ടാങ്ക് പൊട്ടി മലിനജലം പുറത്തേക്ക് ഒഴുകുകയാണ്. കുട്ടികളുടെ വാർഡിന് പുറകുവശത്താണ് ടാങ്ക്. പ്രദേശത്ത് രൂക്ഷമായ ദുർഗന്ധം അനുഭവപ്പെടുകയാണ്. ടാങ്ക് പൊട്ടി ഒരാഴ്ചയായിട്ടും നടപടിയെടുത്തിട്ടില്ല അധികൃതർ എന്നുള്ള വിവരമാണ് അറിയുന്നത്. ആശുപത്രിയിൽ നിന്നും സ്വാന്തന സാജു വിവരങ്ങളുമായി. സ്വാന്തന, ഇപ്പോൾ കുട്ടികളുടെ വാർഡിന് പുറത്ത് ആണ് ടാങ്ക് ഉള്ളത്. അത് പൊട്ടിയിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി എന്നാണോ പറയുന്നത്? ദൃശ്യങ്ങൾ കാണുന്നത് തന്നെ അരോചകമാണ്. എന്താണ് വിവരങ്ങൾ? സ്മൃതി, ഒരു സിസ്റ്റത്തിന്റെ എറർ കൊണ്ട് ഇവിടെ വരുന്ന ആശുപത്രിയിലേക്ക് വരുന്ന മനുഷ്യരെല്ലാവരും തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു നേർക്കാഴ്ച തന്നെയാണ് നമുക്ക് SIT ആശുപത്രിയിൽ എത്തിയാൽ കാണാൻ കഴിയുന്നത്. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സെപ്റ്റിക് ടാങ്ക് ഇത് പൊട്ടി ഒഴുകാൻ തുടങ്ങിയിട്ട് ഒരാഴ്ച പിന്നിടുകയാണ് സ്മൃതി. പക്ഷേ ഈ ഒരാഴ്ചയായിട്ടും ഒരു തരത്തിലുള്ള നടപടിയും അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ രോഗികളുടെ കൂട്ടിരിപ്പുകാരടക്കം പറയുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കാണുന്ന പ്രധാന ബിൽഡിംഗ്, ഈ ബിൽഡിംഗിന്റെ ബാക്ക് സൈഡിലാണ്, കുട്ടികളുടെ വാർഡാണ്. ഈ ബിൽഡിംഗിന്റെ ബാക്ക് സൈഡിലുള്ള സെപ്റ്റിക് ടാങ്കാണ് ഇത്തരത്തിൽ പൊട്ടി ഒഴുകി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന മലിനജലം വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിൽക്കാൻ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെയല്ല, അതിനപ്പുറമാണ് ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞത്. കാരണം ഇവിടെ ഒരു 5 മിനിറ്റ് തികച്ചു നിൽക്കാൻ, മാസ്ക് ഇല്ലാതെ തികച്ചു നിൽക്കാൻ, മൂക്ക് പൊത്താതെ തികച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയാണുള്ളത്. ഈ തൊട്ടിപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ പുരുഷന്മാരുടെ വിശ്രമ മുറിയുണ്ട്, അതുപോലെ തന്നെ സ്ത്രീകളുടെ വിശ്രമ കേന്ദ്രവുമുണ്ട്. ഇനി അവിടെ ഒക്കെ സ്ഥലമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങോട്ടേക്ക് ഈ ഭാഗത്തേക്ക് ക്യാമറ വരികയാണെങ്കിൽ നമുക്ക് കാണാം ഇവിടെ തറയിൽ പോലും ആളുകൾ കിടന്നുറങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത്. അകത്ത് പേഷ്യന്റിനെ, അകത്ത് ഇവരുടെ കൂടെ വന്ന ആളുകൾ അകത്തുണ്ട്, അവരുടെ കൂട്ടിരിപ്പുകാരാണ് ഇവരൊക്കെ തന്നെ. ഇവർ ഇവിടെ ഇരുന്നാണ് പലപ്പോഴും ഭക്ഷണം അടക്കം കഴിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. എത്ര ദിവസം മുമ്പാണ് ഈ പരാതി അറിയുന്നത്? ഇത് ഒരാഴ്ചക്ക് മുമ്പ് നമ്മൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ പിന്നെ ഇവിടുത്തെ സൂപ്രണ്ടുമായിട്ട് സംസാരിച്ചായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ അത് പരിഹാരം ഉണ്ടാക്കാം, പിറ്റേന്ന് തന്നെ പരിഹാരം ഉണ്ടാക്കാമെന്നാണ് പറഞ്ഞത്. അന്ന് തന്നെ അവർ നമ്മളെ മുമ്പ് വെച്ച് തന്നെ PWDക്ക് കണ്ട ഫോൺ ചെയ്തായിരുന്നു. അപ്പോൾ റിപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടും ഇതിനെപ്പറ്റി ഒരു നടപടി നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ ഇവിടുത്തെ സംഭവം എന്താണെന്ന്. അങ്ങനെ ഇപ്പോൾ നിങ്ങൾ വന്നതിന് ശേഷം ഇവിടെ ഇപ്പോൾ പിന്നെ 2 പേര് വന്ന് ഇതിന്റെ ബ്ലോക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, സെപ്റ്റിക് ടാങ്ക് പൊട്ടിക്കിടക്കുന്നത് മാത്രമല്ല, നമ്മളിവിടെ വന്ന ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ കാണാൻ വേണ്ടി വന്ന 2 പേരാണ്. ഇത് ഇവർ സ്ത്രീകളുടെ വിശ്രമ മുറിയിലാണ് ഇവർ താമസിക്കുന്നത്. അവിടെ വലിയ എലിശല്യമാണ് എന്നുള്ള ഒരു കാര്യമാണ് ഇവർ പറയുന്നത്. ദൃശ്യങ്ങളാണ് ഇപ്പോൾ SIT ആശുപത്രിക്ക് മുന്നിൽ കാണുന്നത്.